നിങ്ങൾ എമാദാശി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് വെറും 2 മിനിറ്റ് കൊണ്ട് എമാദാശി ഉണ്ടാക്കി നോക്കിയാലോ? അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വീഡിയോയിലേക്ക് പോകാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എമാദാശി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പാൻ ചൂടായ സമയത്ത് ഒരു ചെറിയ പീസ് അൺസാൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബട്ടർ നന്നായിട്ട് മെൽട്ടായ സമയത്ത് ഇതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് നമ്മുടെ ടേസ്റ്റിനും എരിവിനും അനുസരിച്ചിട്ട് നീളത്തിൽ കീറിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു എമാദാശിൻ്റെ ഗ്രേവി ആയിട്ട് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. കുറച്ചേ വേണ്ടുള്ളൂ, ഏകദേശം ഒരു 1/4 കപ്പ് മുതൽ ഒരു 1/3 കപ്പ് വരെ ആ ഒരളവിലേ വേണ്ടുള്ളൂ. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2-3 ചീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. സ്ലൈസ്ഡ് ചീസ്, അത് ഏത് ഫ്ലേവർ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഫ്ലേവറിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ചെഡാറാണ് എടുത്തിട്ടുണ്ടായത്. അത് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് ആ ഒരു ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ട് ഒന്ന് ക്രീമി ആയിട്ട് വരട്ടെ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ 1-2 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാദാശി റെഡി ആയിട്ടുണ്ട്. ഇനി മുട്ട എത്രത്തോളം നിങ്ങൾക്ക് കുക്കായിട്ട് കിട്ടണം അതിനനുസരിച്ച് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ചിലവർ ഒട്ടും തന്നെ കുക്ക് ചെയ്യില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയേ ചെയ്യുള്ളൂ. പക്ഷേ എനിക്ക് ചെറിയ രീതിയിൽ കുക്ക് ചെയ്തിട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാദാശി റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളാണ്, അത് അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ ചൂടോടെ തന്നെ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഭൂട്ടാൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ അവർ റൈസിൻ്റെ കൂടെയൊക്കെയാണ്, ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കായിട്ട് അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ഐറ്റം എന്നെല്ലാം പറയില്ല, അതുപോലെ 2 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്